ഹലോ ഫ്രണ്ട്സ്, രാഹുൽ ടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിന്നൊരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഓൺലൈൻ വഴി ഇങ്ങനെ തപ്പി നടന്നപ്പോൾ കിട്ടിയൊരു യാദൃശ്യമായിട്ട് കണ്ടുപിടിച്ചൊരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ്. ഒരു NBFC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. 3000 മുതൽ 30,000 രൂപ വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ചിന്താമണി ഫിൻലീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ NBFC ആണ് ഈ ഒരു ആപ്പ് ഈ ഒരു ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വീഡിയോയിലേക്ക് നോക്കാം. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തൊരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോഴേ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഇവിടെ നമുക്ക് എത്രയാണ് ലോൺ വേണ്ടത് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബാർ സ്ലൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. ഏകദേശം ഇപ്പോൾ 23,000 രൂപ വേണ്ടതെങ്കിൽ അതിന് എത്ര പലിശയാകും, എത്ര ഇൻട്രസ്റ്റ് ആകും, അല്ലെങ്കിൽ എത്ര പ്രോസസ്സിംഗ് ഫീ ആവും, GST എത്രയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു ഹോം പേജ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഒരു 30,000 രൂപ അടിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ അടയ്ക്കേണ്ടി വരുന്നത് എനിക്ക് ഏകദേശം 32,100 അതായത് 27,000 രൂപ എനിക്ക് ആ ഒരു എമൗണ്ട് ഡിസ്ബേഴ്സ് ആവുന്നുണ്ട്. അതിൽ 2,100 രൂപ ഇൻട്രസ്റ്റും അതുപോലെ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് എക്സ്ട്രാ 2,100 രൂപ അവർ പിടിക്കുന്നുണ്ട്. 18% GST കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത് ചിന്താമണി ഫിൻലീസ് എന്ന് പറയുന്ന ഒരു NBFC ആണ്. RBI അപ്രൂവ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു NBFC ആണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ചിന്താമണി ഫിൻലീസ് ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഫിനാൻഷ്യൽ കമ്പനി. ഓക്കെ, അപ്പോൾ ഒരു RBI അപ്രൂവ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു NBFC ആണ്. അതുകൊണ്ട് ഫേക്ക് കാര്യങ്ങളൊന്നുമില്ല, ആരും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ ഒരു ആപ്പിൻ്റെ, അതായത് ഇപ്പോൾ ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പിൻ്റെ ആ ഒരു കോൺടാക്റ്റ് സെക്ഷനിലോട്ട് പോയി. അപ്പോൾ ആ കോൺടാക്റ്റ് സെക്ഷനിലേക്ക് പോയപ്പോൾ കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ നമുക്ക് ആ സെക്ഷനിലേക്കൊന്ന് പോകാം. ഓക്കെ, അവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ കാണുന്നുണ്ട്, അതുപോലെ അവരുടെ കോണ്ടാക്റ്റ് നമ്പർ, ഇമെയിൽ ID, അതുപോലെ എന്താ പറയുക അവരുടെ ഒഫീഷ്യൽ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം അതിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ യാതൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവർ പ്രോപ്പറായിട്ട് ഒരു NBFC ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ലോൺ എന്നുള്ള സെക്ഷനിൽ അവിടെ ടേക്ക് ലോൺ നൗ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് സാലറി സ്ലിപ്പ്, അതായത് ഫസ്റ്റ് 3 മാസത്തെ സാലറി സ്ലിപ്പ് അപ്ലോഡ് ചെയ്യുക. കൂടാതെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനെന്തെങ്കിലും പിന്ന് കാര്യങ്ങൾ, അതായത് പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അത്ര എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലോണ് കാര്യങ്ങളാണ് പാസ്സാകുന്നതൊക്കെ ഉള്ളതിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യുക, നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, താങ്ക് യു.